ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എല്ലാവരും സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം പണ്ട് സംഘപരിവാർ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു, ആ ഒരു വസ്തുതയായിരുന്നു. പക്ഷേ ഇപ്പോൾ CPM-ഉം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ CPM-ന്റെ പാലക്കാട്ടെ മുതിർന്ന നേതാവായ രാജേഷ് ഉൾപ്പെടെയുള്ളവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ PC ജോർജും എത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇരയും ആദ്യത്തെ ഇരയും. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ളത്? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇവിടെ. അത് PC ജോർജ് നേരത്തെ പറഞ്ഞുകൊണ്ടാണല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്ന് രുചിച്ചറിഞ്ഞ ആദ്യത്തെ മനുഷ്യൻ കേരളത്തിൽ PC ജോർജ് തന്നെ. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കാരണം അദ്ദേഹം ഒരു സമയത്ത് അവരുടെ ഭാഗമായിട്ട് നിന്നു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ SDPI എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം അതിനെ മുന്നോട്ട് നയിച്ചു, അതിന് വേണ്ട വളവും വെള്ളവും ഒക്കെ കൊടുത്തു എന്നുള്ള ഒരു ആരോപണം നമുക്കുണ്ട്. എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയത്തില്ല. പക്ഷേ പുള്ളിയോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ഞാൻ ആ ഇൻ്റർവ്യൂ കേട്ടതാണ്, അതിൻ്റെ ഒരു ജെന്യൂനിറ്റി ഉണ്ട് കേട്ടോ. കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ PFI എന്ന് പറയുന്ന സാധനം, SDPI എന്ന് പറയുന്ന സാധനത്തെ പറ്റി ഇവിടുത്തെ NIA-കാരൻ കൊടുത്ത റിപ്പോർട്ട് തന്നെ പുള്ളി പറഞ്ഞത്. കാരണം NIA കൊടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് ഇത് സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്നത് സാധാരണക്കാരുടെ സ്വാന്തനമായിട്ടുള്ള സംഘടനകളുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഈ പറഞ്ഞ് മനസ്സിലാവുന്നല്ലോ, മുഖംമൂടി. അതായത് ഓരോ ഇടത്തും ഇവരുടെ സംഘടനകൾ, അല്ലെങ്കിൽ സാധാരണക്കാരനെ സഹായിക്കുന്ന NGOs, അതിൻ്റെ എല്ലാം പേരുകൾ സ്വാന്തനം, അല്ലെങ്കിൽ കരുണ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിനു വേണ്ടി പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് മാർഗമില്ലാത്തവന് ചികിത്സയ്ക്ക് സംവിധാനം കൊടുക്കുന്നു, കിഡ്നി കുഴപ്പത്തിലായവന് കിഡ്നിക്ക് സംവിധാനം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാരെ സഹായിക്കുന്ന രീതിയിലേക്ക് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അത്തരത്തിൽ സഹായം കൈപ്പറ്റിയവരെ പിന്നെ സംസാരിച്ച് അവരെ മതം മാറ്റുന്നതിനും മറ്റ് ചില കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് NIA ഇവിടുന്ന് PFI-ക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം അവർ കണ്ടുകെട്ടിയ പ്രസ്ഥാനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇതുപോലെ പല NGOs-ൻ്റെ ഓഫീസുകളും അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ അവരുടെ പ്രവർത്തന രീതികളെ പറ്റി അവർ കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. ഇത് തന്നെയാണ് ഈ PC ജോർജ് പറഞ്ഞത്. PC ജോർജ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം നിങ്ങൾ ഇപ്പോഴും എതിർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നേരത്തെ അന്നേരം അദ്ദേഹം പറഞ്ഞ ഇതാണ്, എൻ്റെ അടുത്ത് ഈ പിള്ളേർ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഓരോ ചാരിറ്റി ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഉദ്ഘാടനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും മറിച്ചൊരു കാര്യങ്ങൾക്കും, അതുപോലെ എന്ത് കാര്യത്തിനകത്തും ആ പ്രദേശത്തൊരു വിഷയമുണ്ടല്ലോ ആദ്യം വരുന്നത്, ആ വിഷയത്തിനകത്ത് ഇടപെടുന്നത്, ആ വിഷയത്തിന് സഹായമായിട്ട് നിൽക്കുന്നത്, ആ വിഷയത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് SDPI-ക്കാരനായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഈ ഒരു പൊതു താല്പര്യം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യം, പൊതുജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാനുള്ള താല്പര്യം കണ്ടപ്പോൾ വേണ്ട പ്രൊമോഷൻ ഞാൻ അവർക്ക് കൊടുത്തു. പിന്നാണ് മനസ്സിലായത് ഇതിൻ്റെ മറപറ്റി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യാവിരുദ്ധതയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയും ഒക്കെയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ അവരെ മാറ്റി നിർത്തിയത്, അതിനെതിരെ സംസാരിച്ച്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ സംസാരിച്ചപ്പോൾ അവർ എനിക്കെതിരെ ഒരു ഭാഗമായിട്ട് നിന്ന് ഒരു കൃത്യമായ ധ്രുവീകരണം നടത്തി എൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവരും, അല്ലെങ്കിൽ ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞ് പരത്തുന്നതിന് വളരെ കൂടുതലായിട്ട് അവർ വിജയിക്കുകയും എനിക്കെതിരെ മുസ്ലിം വോട്ടുകളെ തിരിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഈരാറ്റുപേട്ടയിൽ PC ജോർജ് പ്രചരണത്തിന് പോകുമ്പോൾ കൂവുന്നൊരു സാഹചര്യം. പക്ഷേ അവിടെ PC ജോർജിൻ്റെ ഒരു ആർജവം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവരെത്ര കൂവിണക്കുകയും വിരട്ടിണക്കുകയും അയാൾ അവിടെ തൻ്റെ ഇടമായിട്ട് നിൻ്റെ ഒന്ന് വോട്ട് എനിക്ക് വേണ്ടാടാ എന്ന് പറയുകയും ഈ വിരട്ടും കാലുവെട്ടും കൈവെട്ടും എന്നൊക്കെ പറയുന്നതിൻ്റെ മുമ്പിൽ തോക്കും എടുത്തുകൊണ്ട് ഇന്ന് വെട്ടാങ്കി വെട്ടടാന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു PC ജോർജ്. ആ PC ജോർജിനെ എനിക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു PC ജോർജ്. ഉള്ള കാര്യം പറഞ്ഞാൽ അതിനകത്ത് വേറെ വ്യാഖ്യാനം വേണ്ട. അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടെന്ന് ഉറക്കെ PC ജോർജ് പലവട്ടം പറയുമ്പോഴും ആ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ ഉണ്ട് എന്ന് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാം എങ്കിൽ പോലും കോൺഗ്രസ് ആയാലും കൊള്ളാം, CPM ആയാലും കൊള്ളാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും കൊള്ളാം, ഇത് പറയുന്നതിനോ അത് ഏറ്റെടുക്കുന്നതിനോ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് സംഭവിച്ചെന്താണ്? അല്ലെങ്കിൽ കേരളത്തിലുടനീളമുള്ള, ഇന്ത്യയിലുടനീളം അത് വർക്കൗട്ട് ആക്കിക്കൊണ്ട് വരുന്നതിന് ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ഉടനീളമുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്ന, പ്രത്യേകിച്ചും കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ കോൺഗ്രസ് പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമായിട്ട് മാറിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ന്യായമായ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് എല്ലാവരും അംഗീകരിച്ച് വരുമ്പോൾ അതിനകത്ത്
അവർ ഇന്ത്യ വിഭജന കാലം തൊട്ടേ പൊളിറ്റിക്കൽ ഇസ്ലാം കളിച്ചു വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന മുസ്ലിം ലീഗ് ഒക്കെ ഉള്ളൂ ഇന്ന് കേരളത്തിൽ. പക്ഷേ ആ മുസ്ലിം ലീഗിന് വേറെ മുഖംമൂടി ഇട്ടായിരുന്നു. മുഖംമൂടി എന്ന് പറഞ്ഞാൽ അവർ മതേതരവാദികളാണ് അല്ലെങ്കിൽ മതേതരത്തിന് വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അവരെ മറികടക്കുന്ന രീതിയിലേക്ക് ഒരു SDP-യും ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ ലേബർ പാർട്ടിയൊക്കെ വന്നപ്പോൾ അത് ആ പാർട്ടിക്ക് സപ്പോർട്ട് വേറെ ചില പാർട്ടികളായപ്പോൾ അവർ അന്ന് എതിർത്തിരുന്ന SDP-യെയും PFIയും ലേബർ പാർട്ടിയും ഒക്കെ വേറെ ഇപ്പം CPM-ൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ എതിരായിട്ട് നിൽക്കുന്നവരുടെ കൂടെ അവർ കൂടി ഒരു പൊളിറ്റിക്സ് കളിച്ചപ്പോൾ അന്ന് കുഴപ്പക്കാരായിട്ടുള്ളവർ ഇന്ന് വീണ്ടും ആ പാർട്ടിയുടെ കൂടെ നിന്നാൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ CPM-ൻ്റെ കൂടെ ആയാലും മറ്റു ചില പാർട്ടിയുടെ കൂടെ ആയാലും അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം കഴിക്കുന്നതിനും ധ്രുവീകരണം നടത്തുന്നതിനും ഒക്കെ സാധ്യമല്ല എന്ന് കണ്ട് വീണ്ടും പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആ പഴയ ലാവണം എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ലാവണമാവുന്നു, മുസ്ലിം ലീഗിൻ്റെ ലാവണമാവുന്നു. ആ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ലാവണത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവരൊന്നും വർഗീയ പാർട്ടി അല്ലാതൊന്നും ഇവർ കളിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം കുഴപ്പമില്ലാതെ മുസ്ലിം ലീഗ് വരുത്തുന്നു, അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്നു. അതായത് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം, അത് ഒന്നിച്ച് SDP-കാരൻ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ആഗ്രഹിക്കുന്നതുമാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. ഇത് ഒന്നിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറിയപ്പോൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് അവർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. ഇപ്പോൾ ഇവർ ഒന്നിച്ചാണ് നീങ്ങുന്നത്. അതിന് ഉദാഹരണമാണ് പാലക്കാട് ഈ പറയുന്ന CPM-നും അല്ലെങ്കിൽ BJP-ക്കും ഏറ്റവും ആദ്യം അവർ BJP ആണ്. BJP അതുകൊണ്ട് മതേതര അല്ലെങ്കിൽ രാജ്യത്ത് വർഗീയത വളർത്തുന്നതും അല്ലെങ്കിൽ ആ രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും രാജ്യത്തെ വിഭജിക്കുന്നതും ഒക്കെ ആയിട്ടാണല്ലോ പറഞ്ഞ് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 2014 ശേഷം ഈ പ്രചരണം 2019 വിജയിക്കുമെന്ന് വിചാരിച്ചു. 2019 അത് വിജയിക്കാമെന്ന് വീണ്ടും 2024 വിജയിക്കാതെ വന്നപ്പോൾ ആ പറയുന്നതൊക്കെ ശരിയല്ലെന്ന് കണ്ട് ആ പറയുന്നതൊക്കെ നടപ്പിലാക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗ് ആണെന്നും SDP PFI ആണെന്നും ഒക്കെ വരുത്തി തീർക്കാനും വെളിച്ചത്ത് കൊണ്ടുവരാനും ഒക്കെ PC ജോർജിനെ ഉള്ളവർ ശ്രമിക്കുകയും ആ PC ജോർജ് വീണ്ടും BJP-യുടെ ഭാഗമാവുകയും ഇതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന BJP ആവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് BJP കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. അതായത് BJP-ക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. BJP പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഈ രാജ്യവിരുദ്ധ ശക്തികളെയും ഒക്കെ പുറത്തെടുത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനകത്ത് വിജയിച്ചു വരുന്നു. മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയം BJP ഏറ്റെടുക്കുന്നു. മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയം ആ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വന്നത് മുസ്ലിം ലീഗ് ആണെന്നും അതിൻ്റെ ഭാഗമായിട്ടാണെന്നും അതിനെ സഹായിച്ചത് കോൺഗ്രസ് ആണെന്ന് വരുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമും അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗവും ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്കും അത് വെളിച്ചത്ത് കൊണ്ടുവരുന്ന രീതിയിലേക്കും കേരള രാഷ്ട്രീയം പോകുമ്പോൾ 2026 ഈ കള്ളികൾ വെളിച്ചത്ത് വന്നാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ പാസ്സായി വരുന്നതിന് കുഴപ്പം വരുമെന്ന് കണ്ടാണ് ഇപ്പം BJP-യെ പാലക്കാട് ഇലക്ഷന് ശേഷം കൃത്യമായിട്ട് ആക്രമിക്കുന്നത്. പാലക്കാട് ഇലക്ഷൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളരെ വലിയ വിജയമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വിജയം അല്ലെങ്കിൽ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയമാണ്, ഒരു കൃത്യമായ ധ്രുവീകരണത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞ് പരത്തുന്നതിനും അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ CPM-ഉം അല്ലെങ്കിൽ BJP-യും ഒക്കെ വരുന്നൊരവസരത്തിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി അതിന് സമയം കൊടുക്കാതെ BJP-ക്കകത്ത് പ്രശ്നമാണ്, BJP-ക്കകത്ത് വിഷയമാണ്, അല്ലെങ്കിൽ എല്ലാ രീതിയിലും വിഷയമാണെന്നുള്ള കണ്ടുകൊണ്ടുള്ള പ്രചാരണം. അതിനുവേണ്ടി ഇപ്പോൾ സന്ദീപ് വാര്യരെ ഏറ്റെടുത്തുണ്ട്. സന്ദീപ് വാര്യരെ എങ്ങനെയാണ് വിലക്കെടുത്ത് എത്രയൊക്കെ മുടക്കിയാണ് വിലക്കെടുത്തതെന്ന് പറയാൻ നമ്മൾക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ ചില ആരോപണങ്ങൾ വരും. അത് ശരിയാണെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പ്രവർത്തനം. സന്ദീപ് വാര്യരുടെ പ്രവർത്തനം കൃത്യമായ അച്ചാരം മേടിച്ചിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള പ്രവർത്തനമാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അതായത് ഇന്ന് PC ജോർജ് BJP-യുടെ ഭാഗമായിട്ട് നിന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അല്ലെങ്കിൽ സ്വന്തം അദ്ദേഹത്തിൻ്റെ ജനപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർജവം കാണിച്ചുകൊണ്ടാണ് PC ജോർജ് ഇന്ന് അന്ന് അല്ലെങ്കിൽ ഈ പ്രാവശ്യം നിയമസഭയിൽ വരാതെ പോയത്. PC ജോർജ് അടുത്ത പ്രാവശ്യം നിയമസഭയിൽ വരും, അല്ലെങ്കിൽ BJP-യുടെ ഭാഗമായിട്ട് നിന്ന് വേറെ പല പോസ്റ്റുകളൊക്കെ വരും. അദ്ദേഹം ഇപ്പോൾ എടുക്കുന്നപ്പം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം എങ്ങനെയാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ്? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമല്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം അവരുടെ സമുദായത്തിൽ അവരുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അവരെ എല്ലാം ഒരുക്കും. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാം ഒരുക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാം ഒരുക്കിയിട്ട് അതിനെ പൂർണ്ണമായി കഴിയുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ചാടാൻ പറ്റും. അതായത് ഇതിനു വേണ്ടിയുള്ള സംവിധാനം ഇപ്പോൾ PFIയുടെ ഭാഗത്തുനിന്ന് മിലിറ്റന്റ് സംവിധാനത്തെ ഒരു ഉരുത്തിരിച്ചായിരുന്നു.
ഇപ്പം ഈ പറയുന്ന വഖഫ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൈ കൂടെ വരുമ്പോൾ ഭൂമി പിടിച്ചെടുക്കുന്ന ആ രീതിയിലുള്ള അധിനിവേശം. അപ്പം എല്ലാ രീതിയിലും ഒരു അധിനിവേശം. അത് അവർക്ക് ജനാധിപത്യ സംവിധാനത്തോടൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും ഇപ്പം ജനാധിപത്യ സംവിധാനമാണ് നിൽക്കുന്നത്. അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ ആൾക്കാരെ ഒരുക്കി നിർത്തും. അത് എല്ലാ പാർട്ടിക്കകത്തും അവർ ഒരുക്കും. മനസ്സിലാകുന്നില്ല. CPM-നകത്ത് അൻവറിനെ ഒരുക്കും, CPM-നകത്ത് ജലീലിനെ ഒരുക്കും. BJPക്ക് അതിപ്പോൾ അവർക്ക് ഒരുക്കാൻ ആൾക്കാരില്ല. ഒരുപക്ഷെ BJPക്ക് അകത്തു നിന്ന് അവർക്ക് ആ രീതിയിൽ ഉരുത്തിരിച്ചെടുക്കാൻ ആളുകൾ ഇല്ലെങ്കിൽ അതിനകത്തുനിന്ന് ആൾക്കാരെ അതിൻ്റെ ഭാഗമായിട്ട് നിന്ന് വരെ പറിച്ചുകൊണ്ട് പോകുന്നു. അതിന് ഏറ്റവും ഉദാഹരണം സന്ദീപ് വാര്യർ. മനസ്സിലാവുന്നുണ്ട്. കോൺഗ്രസിനകത്ത് അവർക്ക് ആൾക്കാരെ ഒരുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഈ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ തിരുകുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ട് അതിനകത്ത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാഗമായിട്ട് നിന്നപ്പം ഇവിടെ നിയന്ത്രിച്ചിരുന്ന ആരാ? മുസ്ലിം ലീഗാണ് നിയന്ത്രിച്ചിരുന്നത്. മുസ്ലിം ലീഗിന് എന്ത് വേണമെന്ന് പറഞ്ഞാലും കൊടുത്തേ മതിയാകത്തുള്ളൂ. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭാഗമല്ലേ വിജയിച്ചത്. മൂന്നാമതൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സീറ്റിൻ്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് മുസ്ലിം ലീഗ് മാറിയില്ലേ. അപ്പോൾ അതിന് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴും പാർട്ടിയല്ല, ഞങ്ങൾ മാറിയാൽ നിങ്ങളൊന്നുമല്ല എന്നുള്ള കാര്യത്തിലേക്ക് അവർ കാര്യങ്ങൾ ആക്കിയെടുത്തു. ഒരുപക്ഷെ UDF-നകത്ത് വളരെ കൃത്യമായിട്ട് ആക്കിയെടുത്തു. ബാക്കിയുള്ള പാർട്ടിക്കകത്ത് അവർക്ക് കടന്നു കയറാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ UDF-നകത്ത് അതുകൊണ്ട് UDF-ന് വഴങ്ങേണ്ടി വരുന്നു. UDF-ന് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നു. കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്ന ഭാഗമായിട്ട് KPC പ്രസിഡന്റ് മാറുന്നു. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് മാത്രം ഏറ്റു പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പാലക്കാട് സംഭവിക്കുന്നതാ. പാലക്കാട് ഈ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ വന്ന ഒരു ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംഭവിച്ചു. ഇത് മനസ്സിലാക്കുന്നതിനും ഈ ധ്രുവീകരണത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ ഉടനീളം നടക്കുന്നതും. ആ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് നാളെ കാലത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ അതിന് കുഴപ്പമുണ്ടാവും എന്നുള്ള ഇത് കണ്ടുകൊണ്ടാണ് CPM തിരിച്ചറിഞ്ഞു. CPM ജയരാജന്റെ ഭാഗത്തിൽ നിന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു പുസ്തകം തന്നെ വന്നിട്ടുണ്ട്. പുസ്തകം അല്ല മാത്രമല്ല തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CPM ഇപ്പം ആ പൊളിറ്റിക്സാണ് കളിച്ചുകൊണ്ട് പോകുന്നത്. CPM-ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട മനസ്സിലായി. ഒരു പക്ഷേ നമ്മൾ ഈ എപ്പോഴും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പലവട്ടം അവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും അതിനെ പിടിച്ച് സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇപ്പോഴും CPM-നകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ അത്രങ്ങ് അടിപ്പെട്ട് മാറൊന്നും പറ്റത്തില്ല. എത്രയായാലും അതിനകത്തൊരു ചർച്ച വരികയും കാര്യങ്ങൾ വരികയും തിരിച്ചു ചിന്തിക്കുകയൊക്കെ വേണ്ട ഒരു അവസരത്തിലേക്ക് വരും. ഇപ്പം തന്നെ എത്രയായാലും ഇപ്പോൾ തിരിച്ചു ചിന്തിക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ആ പാർട്ടിയുടെ ഭാഗമല്ലാതാകുകയും അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർക്ക് തിരിച്ചു ചിന്തിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പിണറായി വിജയന് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഗോവിന്ദന് പറയേണ്ടി വരുന്നത്, പാർട്ടി സംവിധാനത്തിനകത്ത് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു സംവിധാനം ആ പാർട്ടിക്കകത്തുണ്ട്. അതേ രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിച്ച് ഒരു കേഡർ പാർട്ടിയായിട്ട് വന്ന് BJP പൊളിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. ഏറ്റവും ആദ്യം അവർക്ക് പൊളിക്കേണ്ടത് BJP-യാണ്. അവർക്ക് പൊളിക്കേണ്ടത് BJP-യാണ്. നാളെ കാലത്തോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയോ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിലും CPM അധികാരത്തിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അവരുടെ അജണ്ടകൾ പുറത്തെടുക്കുകയും അത് പറയാൻ ധൈര്യം കാണിക്കുകയും അത് ജനങ്ങളുടെക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി BJP-യാണ്. ഒരു പാർട്ടി അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പോലുള്ള ഇപ്പം പറഞ്ഞ PC ജോർജും അല്ലെങ്കിൽ മറ്റും. അവരെ പൊളിക്കുകയും അവരെ തകർക്കുകയും ചെയ്താൽ മാത്രമേ അവരുടെ അജണ്ടകൾ യാതൊരു ശല്യവുമില്ലാതെ അവരുടെ അജണ്ടകൾ അറിയാമെങ്കിലും അത് പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് പോകുമെന്ന് വിചാരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്ന് അവരുടെ അജണ്ട പാസ്സാക്കി പോകാൻ പറ്റത്തുള്ളൂ. ഒരു കാരണവശാലും BJP-ക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെയോ വോട്ട് ഇപ്പോൾ കേരളത്തിൽ കിട്ടത്തില്ലെന്നറിയാം. അതുകൊണ്ട് BJP ഈ കാര്യങ്ങൾ ഉറക്കെ പറയുമെന്ന് അറിയാം. അവർക്ക് അതുകൊണ്ട് ആദ്യം നശിപ്പിക്കേണ്ടത് BJP അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് PC ജോർജിനെയൊക്കെയാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കൗൺസിലർമാർ ഉൾപ്പെടെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം BJP-ക്ക് എതിരായി അവർ കാണുന്നില്ല. SDP അവിടെ പ്രകടനം നടത്തിയത് അവർ പോലും കാണുന്നില്ല. അല്ല അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഈ ഒരു പാർട്ടിക്കകത്ത് ഈ പാർട്ടിക്കകത്ത് കടന്നു കയറിയിരിക്കുന്ന വിഷയം കേഡർ പാർട്ടി, നമ്മൾ മുമ്പേ ടോക്കിനകത്ത് പറഞ്ഞ പോലെ ഈ പാർട്ടിക്കകത്ത് RSSന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കൾക്കപ്പുറം പാർട്ടിയുടെ വളർച്ച വന്നപ്പോൾ പദവിയുടെയും സമ്പത്തിൻ്റെയും പുറകിൽ ആരൊക്കെയോ തിരികെ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. അധികാരത്തിൻ്റെ മത്ത് പിടിച്ചാണ് ഇപ്പോൾ കൗൺസിലർമാരെ രാജ്യസന്നദ്ധ മുടക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഭാഗമായിട്ടെന്ന് പറയുന്നത്. അപ്പം അത് ആ പാർട്ടിക്കകത്ത് അത്തരത്തിലൊരു രീതിയിലേക്ക്
തർക്കമുണ്ടെന്ന് കണ്ട് അത് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ BJP അവർ തുടക്കത്തിലെ പൊളിക്കും. കാരണം BJP 6% നമ്പർക്ക് ഭയമില്ലായിരുന്നു. BJP 10%, 15%, ഇപ്പോൾ 20% പല മണ്ഡലങ്ങളിലും അവർ ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക്, നാളെ കാലത്ത് MLA മാരുണ്ടാകുന്ന അവസ്ഥയിലേക്ക്, ഇപ്പോൾ MP ഉണ്ടായ അവസ്ഥയിലേക്കൊക്കെ വന്നപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് BJP തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, BJP വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ പറ്റിയ പാളിച്ച തിരുത്തുന്നതിന് RSS ശ്രമിച്ചതുപോലെ ഇവിടെയും ശ്രമിച്ചില്ലെങ്കിൽ BJPയെ പൊളിക്കുന്നതിന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശ്രമം വിജയിക്കും. അവരുടെ ഭാഗമായിട്ട് കേരളത്തെയെങ്കിലും അവർക്ക് നാളെ കാലത്തെ കൊണ്ടു നടക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.